പാലക്കാട്ടുകാരുടെ കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുന്നത് പാലക്കാട്ടുകാരുടെ മാത്രം ഒരു ഉത്സവമായിരുന്നെങ്കിൽ ഇന്നത്തെ ദേശീയ ലെവലിലും എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ ലെവലിൽ വരെയും അത് വന്നിരിക്കുന്ന, അതായത് ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുന്നത്. പല സ്ഥലത്തുനിന്നും എനിക്ക് തോന്നുന്നു സ്വദേശികൾ മാത്രമല്ല വിദേശ നാടുകളിൽ നിന്ന് പോലും അനേകായിരം പേരാണ് ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സമയം കഴിയും തോറും ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ക്രൗഡ് കൂടുതൽ മുമ്പായിട്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ചാടണം എന്നുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഓരോ സമയം കഴിയും തോറും ആൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ടൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തൊന്നും രക്ഷയുണ്ടാകത്തില്ല. ഇവിടുത്തെ ഇപ്പം നിലവിലുള്ളതിൽ ഏറ്റവും വലിയൊരു തേരാണ് കേട്ടോ ഇത്. ഇപ്പം നിലവിലെ ഇതിനെ ഒരു ആളുകൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. മാത്രമല്ല ഇതിനെ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ടൊക്കെ കയറി ഇറങ്ങുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് നോക്കാനായിട്ട് ചുറ്റും ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഓളവും നമുക്ക് ഇവിടുത്തെ ഈ ഒരു അടിപൊളി ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങളായിട്ട് കാണിക്കുന്നത് കേട്ടോ. ഫോട്ടോ എടുക്കലുകാരുടെ ബഹളമായിട്ടാ. 3 തേര് നിലവിൽ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ നമുക്കിവിടെ നിന്നാൽ കാണാം. ഇതിൻ്റെ ഇവിടെയും പുറകിലൊക്കെ ആയിട്ട് അങ്ങകലെ 3 തേര് ഓൾറെഡി കിടപ്പുണ്ട്. ഇത് വലിച്ചിനെ അവിടെ അങ്ങോട്ട് കൊണ്ടുപോയി ഇതിൻ്റെ മെയിൻ സംഗമ സ്ഥലമുണ്ട്. അവിടുത്തെ കാഴ്ചയാണ് നമ്മൾ രാത്രി അവസാന ദിവസം നമ്മൾ കാണുന്നത്. അവിടുത്തെ കാഴ്ചയാണ് കേട്ടോ. ഇതണ്ട കല്ലാടാ, ഇരുമ്പാണല്ലേ? എൻ്റെ പൊന്ന്, എന്ത് വെയിറ്റ് ആയിരിക്കും ഈ സാധനം. നോക്കിയേ, അതിൻ്റെ കൊത്തുപണികളൊക്കെ നോക്കിയേ. ഇത് കണ്ടോ, എന്ത് കൊത്തുപണികളാ അതിൻ്റെ മുകളിലൊക്കെ മുഴുവൻ. കണ്ട എന്ത് രസമാണ്. ഇതാണ് തേരെന്ന് പറയുന്ന സാധനം. മാത്രമല്ല ഇത് മറ്റേ ഇരുമ്പാണ് കേട്ടോ. പക്ക ഇരുമ്പ് കൊണ്ടുള്ള വീലാണ്. എന്ത് വെയിറ്റ് ആയിരിക്കും ഈ ഒരു ഇത് തന്നെ, എന്ത് വെയിറ്റ് ആയിരിക്കും. ഇരുമ്പാണ് മൊത്തം. ഓ ഇത് കണ്ടോ, ഈ വടമാണ്. ആ വടം തന്നെ പൊങ്ങുന്നില്ല കേട്ടോ. വടത്തിന് തന്നെ എന്നാ വെയിറ്റാ. ഈ സാധനമാണ് പൊക്കി, ഈ സാധനമാണ് നേരെ പൊക്കി വലിച്ചോണ്ട് പോകുന്നത്. ഓ, എന്റെ പേര്, I am not an expert. My name is Hariharan. നമ്മളെ തേരിന്റെ അടുത്താണുള്ളത്. ഈ തേരിന് എന്താ പറയുക ഈ പേര്? ഇത് വിശ്വനാഥ സ്വാമിയുടെ മെയിൻ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി, ശിവൻ പാർവതി, ആ തേരാണിത്. ആ തേരിന്റെ കാവൽക്കാരനാണ് നമ്മുടെ അതെ. ഒരു സോഷ്യൽ ഒരു വേറൊന്നുമല്ല, ആൾക്കാർ ഒന്നുമല്ല. ഹരിഹരൻ ചേട്ടനാണ്. അത് എങ്ങനെയാ പറഞ്ഞാല് ഫസ്റ്റ് 8-ാം തീയതി കൊടി കയറി. സാധാരണ 7-ാം തീയതി വരെ, 7-ാം തീയതി കൊടി കയറിയിട്ട് 15-ാം തീയതി വരെ തേരുണ്ടാവും. ഇക്കുറി 8-ാം തീയതി കൊടി കയറി. 16th ആണ് 3ാമത്തെ തേര്. അതായത് 8-ാം തീയതി കൊടി കയറി കഴിഞ്ഞാൽ എല്ലാ അമ്പലത്തിലും അഭിഷേകം, ഇത് പൂജകള് എല്ലാം ഉണ്ടാവും രാവിലെ മുതൽ. സാധാരണ അമ്പലം നേരത്തെ അടയ്ക്കുകയല്ലോ, 9:30. ഇത് ഉച്ചവരെ ഉണ്ടാവും. അപ്പോ എല്ലാ പൂജകളും അഭിഷേകങ്ങളും ഇതെല്ലാം എല്ലാ അമ്പലത്തിലും ഉണ്ടാവും. ഇവിടുന്ന് ഞാൻ തുടങ്ങാം. ഫസ്റ്റ് മന്തക്കര ഗണപതി ക്ഷേത്രം, ആ അറ്റത്ത് അങ്ങേയറ്റം നേരെ ഇവിടെ ശിവക്ഷേത്രമാണ്. അത് കഴിഞ്ഞാല് ഇതിന്റെ ഐതിഹ്യം എന്താ പറഞ്ഞാല്, ശിവക്ഷേത്രം മാത്രം ഉണ്ടായിരുന്നു പണ്ട്, ഗണപതി ക്ഷേത്രം ഉണ്ടായിരുന്നില്ല. ഐ എം ടെല്ലിങ് സെഞ്ചുറീസ് ബാക്ക്, ഒരു 300 കൊല്ലത്തെങ്കിലും മുമ്പിൽ, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പൊ ഈ ഗ്രാമത്തിൽ ഇടയ്ക്കിടയ്ക്ക് തീ പിടിക്കുകയായിരുന്നു. വെറുതെ കത്തും. അത് എങ്ങനെ, അതിന്റെ റീസൺ ആർക്കും അറിയില്ല. അപ്പൊ പ്രശ്നം വെച്ച് നോക്കിയപ്പോ ശിവന്റെ കണ്ണിന്റെ ദൃഷ്ടിയാണ് ഈ 3ാമത്തെ കണ്ണുണ്ട്. അപ്പോ ശിവന്റെ നേരെ ഗണപതിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിന് സ്വന്തം മകനുണ്ടാവുമല്ലോ. അപ്പൊ ഗണപതി ക്ഷേത്രം അങ്ങനെയാണ് വന്നത്. ഗണപതി ക്ഷേത്രം വന്ന ശേഷം തീപിടുത്തേ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഗ്രാമം നല്ലപോലെ ഫ്ലറിഷായി. എന്റെ വീടൊക്കെ ഇവിടെയായിരുന്നു, ഇവിടെ അടുത്തായിരുന്നു. അപ്പോൾ ഗ്രാമം നല്ലപോലെ അഭിവൃദ്ധിയായി. ഗ്രാമത്തെ ആൾക്കാരൊക്കെ നല്ല പൊസിഷനിലായി. എല്ലാവരും എന്തായാലും ബ്രാഹ്മിൻസ് പറഞ്ഞാൽ നല്ല പഠിപ്പുണ്ടാവും. പക്ഷെ
ഫോർവേഡ് കാസ്റ്റിന് ജോലിയൊന്നും ഇല്ലല്ലോ. അതെ, തീർച്ചയായും. നമ്മുടെ കേരള സർക്കാർ എന്ത് ജോലിയാ തരിക? പിൻവാതിൽ നിയമനമല്ലേ ഉള്ളൂ. അപ്പോ പുറത്തു പോയൊക്കെ നല്ല പൊസിഷനിലൊക്കെ ആയി. റൈറ്റ് ഫ്രം അമേരിക്ക, ഫോറിൻ കൺട്രീസ്, ഗൾഫ് കൺട്രീസ് എല്ലാം നന്നായി പഠിച്ച് നല്ല പൊസിഷനിലായിട്ട് അപ്പൊ എല്ലാവരും നല്ലപോലെ അമ്പലത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യും. അപ്പൊ പണ്ടൊക്കെ ഞങ്ങള് പിരിക്കാൻ കുറെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നതാണ്. ഇതിന്റെ ഫണ്ട് കണ്ടെത്താൻ തേര് നടത്തണമെങ്കിൽ പിരിച്ചിട്ട് തന്നെ നടത്തണം. ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഭയങ്കരമായിട്ട്. ഓരോ കടകളിലും അവിടെ ഇവിടെ അങ്ങാടിയിലൊക്കെ പിരിക്കാൻ നടക്കുമായിരുന്നു. ഇപ്പൊ അതിന്റെ ഒന്നും ബുദ്ധിമുട്ടേയില്ല. ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോ നല്ല പോലെ എല്ലാ അമ്പലങ്ങളിലും നടക്കുന്നുണ്ട്. ഈ കുണ്ടമ്പലം മാത്രമാണ് ദേവസ്വത്തിന്റെ, ബാക്കിയെല്ലാം പ്രൈവറ്റ് ഇതാണ്. ഇവിടെ കുണ്ടമ്പലം ശിവക്ഷേത്രം ദേവസ്വത്തിന്റെ ആണ്. തൊട്ട് ബാക്കിൽ പഴയൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ, മഹാവിഷ്ണു പറയില്ലേ, ശ്രീദേവി ഭൂദേവി, അത് ലക്ഷ്മി നാരായണ, മറ്റേ രുക്മിണി സത്യഭാമ സമേത ഗോപാലകൃഷ്ണ സ്വാമി എന്ന് പറയും, അത് പഴയൽപ്പാത്തി. പിന്നെ ചാത്തപ്പുരത്ത് ഗണപതിയാണ്. അപ്പൊ ഇവിടെ ഇന്നിവിടെ കൊടികയറി, അല്ല ഐ മീൻ രഥാരോഹണം, ദൈവത്തെ രഥത്തിൽ വെച്ചല്ലോ. ഇനി ഇത് കഴിയുന്നവരെ ഈ രഥത്തിൽ തന്നെ ആയിരിക്കും ദൈവം, സ്വാമി അതിൽ തന്നെ ആയിരിക്കും. നാളെ രാവിലെ മന്ദക്കര ഗണപതി ക്ഷേത്രത്തില് രഥാരോഹണം പറയും. അതായത് ഭഗവാനെ തേരിന്റെ മേലെ വയ്ക്കുക. നാളെ രാവിലെ ആയിരിക്കും. എന്നിട്ട് രാവിലെ രഥത്തിൽ കയറ്റിയ ശേഷം കുറച്ച് ദൂരത്തേക്ക് കൊണ്ടുവന്ന് രാവിലെ നിർത്തും. പിന്നെ വൈകുന്നേരം ആ തേര് പടക്കി വരും. ഈ രഥം, ഈ 3 തേരും ഇന്ന് അറ്റം വരെ പോവും. മന്ദക്കര ഗണപതി ക്ഷേത്രം വരെ പോയി നല്ല ക്രൗഡായിരിക്കും. തിരിച്ച് ഇങ്ങനെ വന്നിട്ട് ഇതിലേ പോയിട്ട് കച്ചട്ട് തെരുവ് എന്ന് പറയും, അവിടെ കൊണ്ട് നിർത്തും. എന്നിട്ട് അപ്പോ ഇന്ന് ഈ ഗണപതി ക്ഷേത്രത്തിൽ തേര് ഈ എൻ്റെ വരെ വരും. ഹലോ, എന്നിട്ട് ഇത് കച്ചട്ട് തെരുവിൽ പോയി ഇന്നും നിൽക്കും. ഇന്ന് ഈ ശിവക്ഷേത്രത്തിന്റെ ഈ 3 തേരുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നാളെ ഈ മന്ദക്കര ഗണപതി ക്ഷേത്രത്തിലത്തെ തേര് വൈകുന്നേരം അവിടുന്ന് എടുത്ത് ഈ എൻഡിൽ കൊണ്ട് നിർത്തും. നാളെ ഈ ക്ഷേത്രം അവിടെ കച്ചട്ട് തെരുവ് പറഞ്ഞില്ലേ, ഈ 3 തേരും കച്ചട്ട് തെരുവെന്ന് അങ്ങനെ ചുറ്റി ചാത്തപ്പുരം പോയി തിരിച്ച് വന്ന് പഴയൽപ്പാത്തിയിൽ കൊണ്ട് നിർത്തും. മറ്റന്നാളാണ് എല്ലാ തേരും. മറ്റന്നാൾ പഴയൽപ്പാത്തിയും ചാത്തപ്പുരവും രാവിലെ രഥാരോഹണം പറയും. അതായത് ഭഗവാനെ രഥത്തിൽ കയറ്റിയിരുത്തുന്നത്. മറ്റന്നാൾ ആ 2 തേരും രാവിലെ കയറ്റിയിരുത്തും. എന്നിട്ട് കുറച്ച് ദൂരത്തേക്ക് വലിച്ച് നിർത്തും. വൈകുന്നേരമാണ് മറ്റന്നാളാണ് ഈ 6 തേരും വന്ന് ഗ്രാമങ്ങളെല്ലാം കവർ ചെയ്യുന്നത്. മന്ദക്കര ക്ഷേത്രത്തിന്റെ ഈ ഇത് മാത്രമേ ഉള്ളൂ. മറ്റന്നാൾ എനിക്ക് തോന്നുന്നു രാവിലെ തൊട്ട് രാത്രി വരെ ഈ ഒരു ക്രൗഡ് തന്നെ ആയിരിക്കും അല്ലേ? അല്ലേ? എനിക്ക് തോന്നുന്നു സൺഡേയും കൂടി ആയത് കാരണം. സൺഡേ ഒന്നുമില്ല, ഈ തേര് പറഞ്ഞതിന്റെ ഒരു നല്ലൊരു തിരക്ക് തന്നെ ഉണ്ടാവും. 3-ാം ദിവസം 16-ാം തീയതി. പിന്നെ 17-ാം തീയതി രാവിലെ കൊടിയിറക്കം. കൊടിയിറക്കം കഴിഞ്ഞ് അഭിഷേകമൊക്കെ കഴിഞ്ഞ് അതോടുകൂടി സമാപനം. ഇങ്ങനെയാണ്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം അത് പറഞ്ഞു.
ആണ് കണ്ടത്. ഈ ഒരേ ടൈപ്പായിരിക്കും ഇവിടുത്തെ ഈ ഭിത്തികൾ മൊത്തം. ഭിത്തികളും അത് മാത്രമല്ല ഇത് കണ്ട പുറത്ത് ഈ 2 പേർക്ക് ഇരിക്കാവുന്ന ആ ചെറിയ കൽപ്പടികളും കണ്ട. അതങ്ങോട്ട് ഫുള്ളുണ്ട് കേട്ടോ. ഏത് വീടെടുത്താലും ഇത് തന്നെയാണ്. ഇതുണ്ട് നമ്മുടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ ഒരു ഇരിക്കുന്ന സ്ഥലം നോക്കിയാൽ ഇവിടെ കോലമൊക്കെ വരച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു കച്ചവടക്കാരൻ അവിടെ ഇരുന്നുകൊണ്ട് മൊബൈൽ കളിച്ചോണ്ടിരിക്കുക കേട്ടോ. നല്ല വീഡിയോ ഇപ്പ് നടന്നുകൊണ്ടിരിക്കുക. ഗെയിം കളിച്ചോണ്ടിരിക്കുന്ന നോക്കിയ പയ്യനാട്ടാ. അവന് കച്ചവടം നടന്നു കേട്ടോ. ഒരുപാട് നടന്നവന്. ഒന്നല്ല കേട്ടോ, അവൻ 2 നടന്നു കേട്ടാ. ഇത് കണ്ട ഇവിടെ അടിയിൽ ഒരാൾ തൊട്ടിയിൽ ഒരാൾ കിടപ്പുണ്ട് കേട്ടോ. നല്ല സുഖം നിദ്രയില. നമ്മുടെ കൽപ്പാത്തിപ്പുഴയാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ ആദ്യം നടന്നു വന്ന വഴിയാണിത്. ഇത് കണ്ട ഇവിടെയൊക്കെ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഭയങ്കര മോശം കേട്ടോ. ഇവിടുത്തെ ടോയ്ലറ്റ് ആണെങ്കിലും എല്ലാം വല്ലാത്തൊരു ഇതാണ്. ശരിക്കും ശ്രദ്ധിക്കേണ്ടതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട് നമ്മുടെ പൈതൃകമായ കൽപ്പാത്തിപ്പുഴ. ഇതെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് കാണുകയും ചെയ്യാം കേട്ടോ. മോശമായ വെള്ളമാണ്.